الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ സത്യവിശ്വാസികളുടെ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഏതാനും കാര്യങ്ങൾ സൂറത്ത് ഫുർഖാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ച എന്നോണം കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിൻ്റെ ഉത്തമ ദാസന്മാരായ വിശ്വാസികൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഈ ലോകത്ത് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. ആ സമ്പാദ്യം അതൊന്നുകിൽ അവൻ്റെ അധ്വാന ഫലമായി ഉണ്ടാവാം, അനന്തര സ്വത്തായി ലഭിക്കാം. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് സമ്പാദ്യം ഉണ്ടാവാറുണ്ട്. എല്ലാ മേഖലയിലാണെങ്കിലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടെ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ടുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക മേഖല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹം, അതിൻ്റെ സമ്പാദന രീതി ഏത് നിലയിലായിരിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല വിഷയങ്ങളും മനസ്സിലാക്കിയതാണ്. ഹലാലല്ലാത്ത സമ്പാദ്യം, അതിലൂടെ ഉണ്ടാകുന്ന അത് ഭുജിച്ച് കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളിലും മക്കളിലുമൊന്നും ബർക്കത്ത് ആ മനുഷ്യന് പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കുറെ പണമുണ്ടാക്കണം, അത് മറ്റുള്ളവൻ്റെ മുതല് കട്ടിട്ടായാലും പിടിച്ചു പറിച്ചിട്ടായാലും ഹക്കുകൾ കൊടുത്തു വീട്ടാതെ സൂക്ഷിച്ചതായാലും ഒക്കെ എനിക്ക് കുറച്ച് സ്വത്ത് വേണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് കഴിഞ്ഞുകൂടുന്നതെങ്കിൽ, അങ്ങനെ ആരെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കട്ടെ, ദുനിയാവിൽ അനുഭവിക്കാതെ പോകില്ല. കാരണം മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടായിത്തീരുന്നത് പരസ്പരമുള്ള ബന്ധങ്ങൾ അകലുകയാണ്. കുടുംബ ബന്ധത്തിന് തകർച്ച വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗപ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. തന്നെയുമല്ല, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വഅസമ്മഹും വഅഅമാ അബ്സാറഹും, അല്ലാഹുവിന്റെ ശാപത്തിന് അവർ അർഹരാണ്. അതുപോലെ തന്നെ അന്ധത ബാധിക്കും. എന്ത് പറഞ്ഞാലും എന്ത് ഉപദേശങ്ങൾ കേട്ടാലും എന്ത് തെളിവുകൾ നിരത്തിയാലും അതൊന്നും മനസ്സിലാവുകയില്ല, കാണുകയില്ല. ആ നിലയിൽ അവന്റെ മനസ്സാകെ കൂടെ ശുഷ്കിച്ചിരിക്കും. ഈ ഒരു പ്രയാസം ഇത്തരം ആളുകൾക്കുണ്ടായിത്തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദനത്തിന്റെ രീതിയെ സംബന്ധിച്ച് ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കണമെന്നാണ്. തന്നെയുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകി ആ സമ്പത്ത് ഏത് നിലയിലാണ് ഞാൻ ചെലവഴിക്കുന്നത്, ഏത് നിലയിലാണ് അതിൻ്റെ ആ ഒരു വിതരണ രീതി എന്നിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതും ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമന്മാരായ ദാസന്മാർ. ലം യുസ്രിഫു, അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അവൻ ദൂർത്ത് കാണിക്കില്ല. ഹലാലായ മാർഗത്തിൽ ഏതൊക്കെ നിലയിലാണോ അവൻ ചെലവഴിക്കുന്നത് അതിന് കൃത്യമായി അവന്റെ അരികിൽ ശ്രദ്ധയുണ്ടാവും. റബ്ബിന്റെ മാർഗത്തിൽ ഒരു കുന്നോളം ചെലവഴിച്ചാലും അത് നഷ്ടമാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും അത് തിരിച്ചു കൊടുക്കും. ഇത് റബ്ബിന്റെ ഓഫറാണ്. എന്നാൽ ദൂർത്ത് കാണിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പൊങ്ങച്ചങ്ങൾ കാണിച്ചു കൂട്ടുന്നവരായ ആളുകൾ കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള മേളകൾക്കുമൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവണമെന്നുള്ള ചിന്താഗതിയോടുകൂടി ചെലവഴിക്കുന്നവരായ ആളുകൾ ഒക്കെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെഞ്ചത്തൊഴിയും, പടച്ചോനെ ലക്ഷങ്ങളാ പോയത്, ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആവശ്യമില്ലാതെ കുറെ വാങ്ങിക്കൂട്ടി, കുറെ
കല്യാണത്തിനൊക്കെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ബാക്കി വന്നു. ആവശ്യക്കാർക്ക് പോലും ഉപകരിക്കാത്ത രൂപത്തിൽ കുഴിച്ചു മൂടുന്ന ആളുകൾ, എന്റെ പണം തൊലഞ്ഞല്ലോ എന്നുള്ളതിന്റെ പേരിൽ സമാധാനമില്ലാത്ത ആളുകൾ, ഇതൊക്കെ ദൂർത്തന്മാർക്കുണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കുന്ന ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. വേണ്ടുന്ന മാർഗത്തിൽ ചെലവഴിക്കില്ല, എന്നിട്ട് പിന്നെ അങ്ങനെ പിടിച്ചു വെച്ചത് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ അത് ചെലവഴിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി തീരാറുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും മധ്യമ നിലപാടാണ് അള്ളാഹുവിന്റെ ഉത്തമന്മാരായ ദാസന്മാർ സ്വീകരിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരുടെ മറ്റൊരു ഗുണമാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫഅൽ ദാലിക യൽഖ അസാമ. 3 ഗുണങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ഒന്നാമതായി പറഞ്ഞത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോട് കൂടെ മറ്റൊരാളെയും മറ്റൊരു ഇലാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണവർ. ദഅ യദ്ഉ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുക, ക്ഷണിക്കുക, പ്രാർത്ഥിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കുന്ന സഹായങ്ങളല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അത് സ്വാഭാവികമാണ്, മാനുഷികമാണ്. എന്നാൽ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ അത് ആരോട് ചോദിക്കുന്നുവോ അത് ആ വ്യക്തിയോടുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, തന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി തീരും. അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ന്യായം പറയാറുണ്ട്, നമ്മള് വലിയ വലിയ മൃഗങ്ങളെ കൊണ്ടൊക്കെ, ആനകളെ പോലെ മറ്റുള്ള സിംഹങ്ങളെ പോലെയുള്ളതിനൊക്കെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കാറുണ്ടല്ലോ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറമുള്ള കാര്യങ്ങളെന്ന്. അത് അവരുടെ വകയാണ്. ഇതൊക്കെ മനുഷ്യന്റെ പരിധിക്കുള്ളിലാണ്. അതിനെ പരിധിക്ക് നിർത്തുവാനും അതിനെ നിയന്ത്രിക്കുവാനും ഒക്കെയുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത മലക്കുകളാവട്ടെ, ജിന്നുകളെ പോലെയുള്ള സൃഷ്ടികളാവട്ടെ, ഇവയൊക്കെ തന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും അത്തരം സൃഷ്ടികളോട് സഹായം തേടിയാൽ, അവർ തന്നെ സഹായിക്കുമെന്ന ചിന്താഗതിയോടുകൂടി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സഹായമർത്ഥിച്ചാൽ, അത് മലക്കായാലും ജിന്നായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവ അഭൗതിക സൃഷ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാണാനോ അതിന്റെ സാന്നിധ്യം അറിയാനോ ഒരു നിവൃത്തിയും നമുക്കില്ല, ഒരു ഗവേഷണത്തിലൂടെയും കണ്ടെത്തുവാൻ കഴിയില്ല. എന്നാലും അത് സഹായിക്കും തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനോട് ആരെങ്കിലും സഹായം തേടിയാൽ അത് ശിർക്കും കുഫറുമാണ് എന്ന് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഭവിച്ചാൽ അത് ശിർക്കായി തീരും. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന്റെ പതനം അവന് നരകമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഏറ്റവും വലിയ ഗൗരവമേറിയ ഒരു പ്രവർത്തനമാണ് ശിർക്ക് എന്നുള്ളത്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്തു റദിഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഒരു കഴുതപ്പുറത്ത് ഞാനും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പിറകിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹിയാണ് ആ കഴുതയെ നയിക്കുന്നത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലിരിക്കുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വളരെ തഖ്വ കൊണ്ട് പ്രസിദ്ധിയായ ഒരു നല്ല ഒരു സഹാബിയായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ ദൂതർ ചോദിച്ചു, യാ മുആദ് എന്ന് വിളിച്ചു. ആ സമയത്ത് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ലബ്ബൈക, അല്ലാഹുവിന്റെ ദൂതരെ താങ്കൾക്ക് ഞാൻ ഇതാ മറുപടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഈ മുആദ് റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അത്തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ, ഒരു അടിമക്ക് തന്റെ റബ്ബിനോട് അല്ലാഹുവിനോടുള്ള കടപ്പാട് എന്താണെന്ന് നിനക്കറിയുമോ
എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ ദൂതക്കുമാണ് അക്കാര്യം ഏറ്റവും കൂടുതൽ അറിയുന്നത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. ഒരടിമക്ക് തന്റെ റബ്ബിനോട് അള്ളാഹുവിനോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ അയ്യാബുദൂഹു, അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. വലാ യുശ്രികൂ ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് അത് ഒരു അടിമയുടെ, ഒരു സൃഷ്ടിയുടെ തന്റെ സൃഷ്ടാവിനോടുള്ള കടപ്പാടാണ്, ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതേപോലെ തന്നെ ഒരു റബ്ബിന് തന്റെ അടിമകളോടും ചില ബാധ്യതകളുണ്ട്. അതെന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് അക്കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബഹു മൻ ലാ യുശ്രികു ബിഹി ഷൈആ. അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള ബാധ്യത അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് ശിക്ഷ ഉറപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അമ്പിയാക്കന്മാർക്ക് മുഴുവനും താക്കീത് നൽകിയ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധനം നൽകുകയാണ്. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. പ്രവാചകരെ, താങ്കൾക്കും അതുപോലെ തന്നെ താങ്കളുടെ മുൻപുള്ള ആളുകൾക്കും വഹി നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ലഇൻ അശ്റക്ത, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങളെ മുഴുവനും അത് ബാത്തിലാക്കി കളയും, നഷ്ടപ്പെട്ടു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താക്കീത് നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ ഒന്നാമതായി പറഞ്ഞ അത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, വിശ്വാസിയുടെ ഉത്കൃഷ്ട ഗുണമായി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ രണ്ടാമത്തെ ഗുണം വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ ഇസ്ലാമികമായ ഭരണത്തിന്റെ കീഴിൽ, ഭരണ സംവിധാനത്തിന്റെ കീഴിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഉണ്ടാകുന്ന കൊലപാതകം ഒഴിച്ച് മറ്റൊരു നിലയിലും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെയും കൊല്ലാത്തവരാണ് അള്ളാഹുവിന്റെ ഉത്തമന്മാരായ ദാസന്മാർ. നമുക്കറിയാം, ഇന്ന് പത്രമാധ്യമങ്ങളും മീഡിയകളും ഒക്കെ പരിശോധിച്ചാൽ ഓരോ ദിവസവും പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ആളുകൾ മറ്റുള്ള ആളുകളെ കൊല്ലുന്ന കാഴ്ചകൾ, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, അതുപോലെ തന്നെ മക്കളെ അറിവുകൾ നടത്തുന്ന മാതാപിതാക്കൾ ആളുകളെ കൊല്ലുന്നതിന് ഒരു കോഴിക്കുഞ്ഞിനെ അറുക്കുന്ന ലാഘവം പോലും ഇല്ലാത്ത അത്രത്തോളം മനുഷ്യരുടെ മനസ്സുകൾ കല്ലായി തീർന്നിട്ടുണ്ട് എന്നൊരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടവരാണ്. ആളുകള് ഇന്ന് സംഭവിക്കുന്ന ഈ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു കാര്യം, തന്നെ എന്തിനു കൊന്നു എന്ന് കൊല്ലപ്പെട്ടവന് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനു മറ്റുള്ളവനെ കൊന്നു എന്ന് കൊന്നവനും അറിയാത്ത ആ ഒരു സാഹചര്യം ഉണ്ടായിത്തീരും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഒരു മുഅ്ജിസായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, വമൻ യഖ്തുലു മുഅ്മിനൻ ഫമുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമ. ആരെങ്കിലും മറ്റൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ അവൻ ഖാലിദൻ മുഖല്ലദായി കൊണ്ട് ശാശ്വതമായി നരകവാസിയായി തീരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശ്വാസികൾക്ക് താക്കീത് നൽകുകയാണ്. ഇതോ ഈ തരം സ്വഭാവങ്ങളൊന്നും ഉത്തമന്മാരായ ദാസന്മാരിൽ ഉണ്ടാവുകയില്ല. മൂന്നാമതായി പറഞ്ഞത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. തന്നെയുമല്ല വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ല, മറിച്ച് അതിന്റെ സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ ആളുകളോട് വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, ദൃഷ്ടികൾ കാട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മോട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിശ്വാസിയുടെ ഏറ്റവും ഉത്തമമായ ഒരു
ഗുണമാണ്. ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, തന്റെ ഇണയെ വഞ്ചിച്ചുകൊണ്ടുള്ള ജീവിതം വിശ്വാസികളായ ആളുകളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ, ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു കർമ്മമായി വിവാഹത്തെ ഇസ്ലാം പഠിപ്പിച്ചു തന്നപ്പോ അതിന്റെ കാരണമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹാ അഗദ്ദുൽ ലിൽബസർ, അവന്റെ ദൃഷ്ടികളെ താഴ്ത്തുന്നതിന് വേണ്ടി, മറ്റുള്ള സ്ത്രീ പുരുഷന്മാരിലേക്ക് തങ്ങളുടെ ദൃഷ്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വഅഹ്സനുൽ ലിൽ ഫർജ്, തന്റെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാനും ഏറ്റവും ഉചിതം നിങ്ങൾ വിവാഹിതരാവണമെന്നാണ്. എന്നിന്റെ ആധുനിക തലമുറ വിവാഹം വേണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ളത് ഞാൻ തെരഞ്ഞെടുത്തുകൊള്ളാം എന്ന് പറയുന്നു. ഇത്തരം അഹങ്കാരവും ധിക്കാരവും പൈശാചികമായ പ്രേരണകളിലേക്കും അതിരുവിട്ട ലൈംഗിക ബന്ധങ്ങളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഒരുപാട് ഈ കാലത്തിന്റെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ അങ്ങാടികളിലൂടെ ഊരുതണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, അന്യരോട് ചാറ്റ് ചെയ്യുന്ന ആളുകൾ, തങ്ങളുടെ മൊബൈലുകളിലും അതുപോലെ തന്നെ അതാ സ്ത്രീയാവട്ടെ പുരുഷന്മാരാവട്ടെ മറ്റുള്ള ആളുകളോട് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, അവർ ഈ പരിധിക്ക് പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ലൈംഗിക കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തുള്ള വിഷയങ്ങളിലാണ് അവർ വിരാജിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഉത്തമന്മാരായ വിശ്വാസികളിൽ നിന്നും ഉണ്ടാവുകയില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന മറ്റൊരു ഗുണം, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ, അന്യായമായി വിനോദങ്ങളിൽ സാക്ഷികളാകാത്ത ആളുകളാണവർ. എന്തെങ്കിലും ആഘോഷങ്ങൾ, എന്തെങ്കിലും മാമാങ്കങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മതത്തിൻ്റെതായാലും ഏത് വിഭാഗത്തിൻ്റെതായാലും തനിക്ക് വേണ്ടതായാലും വേണ്ടാത്തതായാലും അതിലൊക്കെ പങ്കാളിയാകുന്ന ആളുകൾ, ഇത്തരം സ്വഭാവങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയിലും ഉണ്ടാവില്ല. മാന്യന്മാരായി അത്തരം ബേക്കോത്തുകളിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളായിരിക്കും അള്ളാഹുവിന്റെ ഉത്തമന്മാരായ ദാസന്മാർ. തന്നെയുമല്ല അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. വിശ്വാസിയുടെ ഏറ്റവും ഉത്തമന്മാരായ ദാസന്മാരുടെ മറ്റൊരു ഗുണമാണ് അവർ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരക ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ, ഞങ്ങളെ നീ അകറ്റിത്തരണമേ. കാരണം അതിലുള്ള ശിക്ഷ അത് വിടാതെ പിടികൂടുന്നതാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ സമാധാനമുണ്ടെന്ന് ആശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം അത്രയും ഭീകരമാണ്. നിരന്തരം ഒന്നിന് പുറകെ അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ, ഗൗരവമായ രൂപത്തിലാണ് നരകത്തിലുള്ള ശിക്ഷ, അതിലുള്ള ആളുകളെ പിടികൂടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ നരകത്തിൽ നിന്ന് നിരന്തരം രക്ഷ തേടുന്നവരാണ് അള്ളാഹുവിന്റെ ഉത്തമന്മാരായ ദാസന്മാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ആ ഭയാനകമായ നരകത്തെ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു കാരക്കയുടെ ചീട് ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും ഒരു കാരക്കയുടെ ചീട് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന്റെ ആ ഒരു അവസ്ഥ അതിൽ പെടുന്നതിനെ തൊട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഉന്നതന്മാരായ ഉത്തമന്മാരായ വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ, സകാത്ത് നൽകുന്നവർ, ആളുകളോട് മാന്യമായി സംസാരിക്കുന്നവർ, ഇതെല്ലാം അവരുടെ ഉന്നതമായ ഗുണങ്ങളായിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം കുടുംബത്തോട് നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, തിന്മ കൊണ്ട് വിരോധിക്കുന്നു. ഇങ്ങനെയുള്ള നന്മകളുടെ ആ ഒരു കൂമ്പാരമായി അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ മാറുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കേണ്ടുന്ന പാഠങ്ങൾ അതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.